ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ലക്ഷദ്വീപിലെ കിൽത്താൻ എന്ന് പറയുന്നൊരു ഐലൻഡിലെ ഒരു വാക്കറാണ്. അദ്ദേഹം ഇവിടെ നടക്കാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് താജുദ്ദീൻ എന്നാണ്. ലക്ഷദ്വീപിനെ പറ്റി ചില രസകരമായ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങളിവിടുന്ന് ലക്ഷദ്വീപിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഷിപ്പിൽ വന്നാലാണ് നിങ്ങൾക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്ത് ഷിപ്പിലേക്ക് കയറി നിങ്ങൾക്ക് അവിടെ നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ എല്ലാം നല്ല കാണാനായിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളും നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നതും ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ആ സമീപനവും ഒക്കെ നല്ല ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരു നിങ്ങളോട് സംസാരിക്കുകയും സ്നേഹമായി പെരുമാറുകയും ചായ കുടിക്കാൻ വിളിക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഷിപ്പിലെ യാത്രയെന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളതായിരിക്കും. ഷിപ്പിലെ യാത്ര എന്ന് വെച്ചാൽ നല്ല പോലെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് കടലിൽ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം മനസ്സിന് നല്ല ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഷിപ്പിലെ യാത്ര. ഓക്കെ ഓക്കെ. അപ്പോൾ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ് അവിടുത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു. ഇനി അവിടുത്തെ ഫുഡിന് എന്താണ് സ്പെഷ്യാലിറ്റി? ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷ് കൊണ്ടുണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല വെറൈറ്റി ഫുഡുകളാണ്. അത് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കേരളക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഫുഡൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് അവർ കൊണ്ടുവന്ന് തരികയും സന്തോഷമായി പെരുമാറുകയും ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസ് ഫുഡും നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾക്ക് തരും. ഫുഡിൻ്റെ പ്രൈസ് എങ്ങനെയുണ്ട്? ഈ നമ്മുടെ മട്ടൻ ചിക്കൻ ഒക്കെ കിട്ടുമല്ലോ. മട്ടനൊക്കെ നമ്മൾ അവിടുത്തെ മട്ടനൊക്കെ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടനാണ് അവിടെ കിട്ടുന്നത്. പ്രൈസ് ഇവിടുത്തെ കാട്ടിയും പ്രൈസ് ഒരുപാട് ഇവിടുത്തെ കാട്ടി പ്രൈസ് കുറവാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു 10, 15, 20 കിലോ ഉള്ള ആട്ടിൻ്റെ വരെ നമ്മൾ അവിടെ ചിലപ്പോൾ 2000-2500 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ ആടിൻ്റെ ഇറച്ചി നമുക്ക് കിട്ടും, സുലഭമായി കിട്ടുന്നത്. പിന്നെ നാളികേരം ഒക്കെ വളരെ വില. ചിലപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നാളികേരം തരും. അങ്ങനെയാണുള്ളത്. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് നടക്കുന്ന കണ്ടാലും നല്ലപോലെ സ്നേഹമായ വിഷയം പറയും, ചായ കുടിക്കാൻ വിളിക്കും, ഇതൊക്കെ ചെയ്യും. പിന്നെ നിങ്ങളെ സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കാൻ തന്നെ അവർ തന്നെ കൂടെ വരും എല്ലാം ചെയ്യും. എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിക്കും. വണ്ടി നമുക്ക് ഓടാൻ ബൈക്ക് ഫ്രീ ആയിട്ട് തരും, പിന്നെ സൈക്കിൾ തരും. ഇതൊക്കെ ഉണ്ട്. സൈക്കിളൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആണ് അവിടെ. എല്ലാം കാണാനൊക്കെ കടലിൽ ഇറങ്ങാം, അവർ തന്നെ കൂടെ വരും. ചിലപ്പോൾ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകും കാണിക്കാനായിട്ട്. ചെറിയ ബോട്ടുകളുണ്ട്. ആ കുട്ടികൾ വന്ന് നിങ്ങളെ ബോട്ടിൽ കയറ്റി അവിടെ എല്ലാം ചുറ്റും. അങ്ങനെയൊക്കെ നല്ല ഒരു ഇതാണ്. വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാവുന്ന സ്ഥലമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള ചില വാക്കേഴ്സ് പറഞ്ഞതും അത് തന്നെയാണ്. ലക്ഷദ്വീപ് ഏറ്റവും മനോഹരമായ സ്ഥലമാണെന്നും അവിടുത്തെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റിയും ഫുഡും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മളും ഒക്കെ അവിടെ ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് വരാനും സന്ദർശിക്കാനൊക്കെയുള്ളൊരു പ്രചോദനമാവുന്നുണ്ട്. ഏതായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരം രസകരമായ വിവരങ്ങൾ പങ്കുവച്ച താജുദ്ദീന് എല്ലാ നന്ദിയും ആശംസകളും. താങ്ക് യു സോ മച്ച്.